നിങ്ങളോട് പറയാനാ ഞങ്ങളുടെ ചോറൊക്കെ അരിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഉമ്മ പറഞ്ഞ് കടയിൽ പോയി കഴിക്കാൻ കട്ടിട്ട് കായില്ല എവിടുന്ന് അമ്മയോട് പറയാൻ ആരോട് പറഞ്ഞില്ല. ആശാപ്പാറിന് 3 ദിവസം മേടിച്ച് 4ാമത്തെ ദിവസം മേടിച്ചപ്പോ ആശാത്ത പറഞ്ഞ് ഇവിടെ അരി കൊണ്ടിട്ടില്ല. അപ്പൊ ഉമ്മ വെള്ളത്തിൽ വെറുതെ പറയാന് അരി നമ്മൾ തിരിച്ചു കൊടുക്കായിക്കാണ്. എന്തായാലും നിങ്ങൾ ഇത് തരാൻ തോന്നിയല്ലോ, ഞാനത് കൊണ്ടുപോയി ചോറ് വെക്കല്ലേ. പഠിപ്പിക്കാനാ അപ്പൊ ഞങ്ങൾക്കുള്ളതല്ലേ അല്ലല്ലേ. നല്ല കനുണ്ട്. എന്തെങ്കിലും തിന്നിട്ട് പോയാലോ? അല്ല ഇപ്പൊ കുറച്ച് തിന്നിട്ട് പോയാല് ഇപ്പൊ തിന്നാല് കുറച്ചാവുള്ളൂ. വരുമ്പോ തോനെ തിന്നല്ലേ. അല്ല ഇനി നിങ്ങക്ക് പൂതിനെങ്കിൽ ജ്യൂസായിട്ടൊക്കെ ഒക്കെ ഉണ്ടാക്കി വെക്കുവോ? ഈ അരി പൊട്ടിച്ച് തരല്ലേ. എന്നാലേ സാധാ ഇത് ഞാൻ ഓട്ടോറിക്ഷ കൊണ്ടുപോവല്ലേ? ഏറ്റി കൊണ്ടാവല്ലേ? അല്ലെന്നോ ഞാനിത് ഏറ്റി കൊണ്ടാവാ. ഇതിന് പൊടിപ്പിച്ച കായ് കൊടുക്കണല്ലോ. കായ് എവിടെ? അതെന്താ നിങ്ങള് ആശാത്ത പറഞ്ഞ മാതിരി ഞാന് ഒക്കെ എടുപ്പിച്ചിട്ടാ? അത് ശരിയാണില്ലേ. എന്നാലും ജാനിയേച്ചി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലാന്ന്. അതുകൊണ്ടല്ലേ ആവൂലേ നിങ്ങളും വിശ്വസിക്കാത്തത്? ഞാൻ മൂല ആ കായല്ലേ ലൈസ് തിന്നോളൂ. ഇത് നിങ്ങളെ ഒന്ന് വെച്ചിരുന്ന ലൈസ് ഇക്കിനിരിക്കുന്നതാന് വന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതൊന്നും പിടിച്ചാൻ പറ്റൂല. ഒരു കജ്ജി ഇത് 2 കജ്ജി. ഇത് 2 കജ്ജി എന്റെ കജ്ജിയാണ്, നിങ്ങളെ കജ്ജിയല്ല. എന്റെ ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിലേ നിങ്ങളെ ചീത്ത ഇത്ര തോന്നൊക്കെ തന്നിട്ട് തിന്നാനും തരില്ല. പിന്നെ അരിയൊക്കെ പഠിപ്പിക്കരുത്. കായ് അതല്ല എനിക്ക് തരാനുള്ള കായ് 100 രൂപ വേണ്ടട്ടാ. 5 രൂപ മതിട്ടാ. 10 രൂപ എന്നാ ഇന്ന് 4 ലൈസ് മേടിക്കാലോ. 100 രൂപ തരുന്നെങ്കിലേ അത് ഇല്ലാതെ തരില്ല. അപ്പൊ ഞാൻ സുഖിപ്പാവും അല്ലേ? 4-5 ലൈസൊക്കെ മേടിക്കല്ലേ. അതന്നെ എല്ലാരും പറയില്ല അങ്ങനെ തന്നെ. ഇനി മകനും ഇങ്ങനെ കുഞ്ഞ നടക്കുക വേറെ പണി നിങ്ങള് ഇപ്പൊ തന്നില്ല. ഇനി കായ് ഒരുക്കിട്ട് വേണം എനിക്ക് സൈക്കിള് മേടിക്കാൻ. ആ ബിബീന് ഇന്നാള് സൈക്കിള് മേടിച്ചാലാണ് ബിബിനെ പറ്റിച്ചിരുന്നു. ആ ബിബിന് എന്നെ കൊണ്ടുപോയിട്ട് തള്ളിയിട്ടു. ഞാൻ കൊറേ കേട്ടിക്കണേ. ഞാൻ ഓന്റെ ലൈസൻസ് ചോദിച്ചു. അവക്ക് സൈക്കിൾ പഠിക്കണ്ടേ? ഓൻ വണ്ടി പഠിക്കാനാ സൈക്കിൾ പഠിപ്പിച്ചരാറുന്നത്. എന്നിട്ട് പിന്നെ ഓനെ ഈ വൈക്ക് കണ്ടിട്ടില്ല. ഞാൻ പിന്നാലെ തൂങ്ങാന് നിൽക്കാനൊന്നും പോണില്ല. 4 വട്ടം നടന്നാലാണ് തിന്നാൻ കിട്ടുന്നത്. വെറുതെ പെരയിങ്ങനെ ഒന്നും കിട്ടൂല. അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. പിന്നെ ഞാൻ പറയുന്നത് പറയണ്ട. ആ വാവല് വന്നാലേ ഒന്നും കൊടുക്കണ്ടട്ടാ. ഉമ്മ പറയണ ഓരോ നടക്കണ്ട ശരിയല്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. പഠിച്ചോനെ ഇന്നത്തെ കാലം നല്ല കാലം പറയാനൊക്കെ ഇതാവും. ഞാൻ നല്ല കാലം പറയാനുമില്ല, ഒന്നിരിക്കില്ല. ഉമ്മ അറിയണം അവരെ എന്താണ് പാട് വെച്ച് നോക്കിയാൽ മതിയെന്ന്. അപ്പൊ ഞാനിനി നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര കൊള്ളാനൊന്നും ഇല്ല. വാവാനോണ്ട് ആളല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഒരു പണി പറഞ്ഞ അത് ഏറ്റൊരു വർത്താനം പറഞ്ഞിട്ട് അവിടെ നിൽക്കും. നേരെ പണി ചെയ്യൂല.
നേരം കളഞ്ഞു നിൽക്കും. ഞാൻ പോട്ടെന്നാ. ഞാൻ പോയിട്ട് പൊടിച്ചിട്ടുണ്ടായി അത് പോയിട്ട്. പിന്നെ ചായ മറക്കണ്ട. ചായൊക്കെ വന്നിട്ട് തരണ്ട്. നിങ്ങളെന്നാ നല്ല കപ്പൂള അതിനുണ്ടാ? ഇനി എന്താ നോക്കട്ടെ, അവര് കുഴി മാന്ത. ആഹാ കുഞ്ചി മാറിട്ടേ കപ്പൂള് പുഴുങ്ങിട്ട് കറിയിട്ടാ എന്നിട്ട് തിന്നിട്ട് പോകാലോ. ആ പോവേണെന്നാ. അരിമണി വറുത്തിട്ട് ചായ ഉണ്ടാക്കി തരണ്ട്. അരിമണി വറുത്താലേ അതിന് തേങ്ങ ഇടണട്ടാ. തേങ്ങ ഇട്ടിട്ട് തരണ്ട്. എന്നിട്ട് പാൽച്ചായ തരണട്ടാ. കട്ടൻ ചായ എനിക്ക് തരണ്ട്. എന്തെങ്കിലും കാര്യം ഞാൻ പോകും. നേരമില്ല എന്നാ ഞാൻ പോയിട്ട് വായോ വിളിച്ചാ വിളിച്ചിട്ട് ഞാൻ ചായ തരാൻ വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. വന്നിട്ട് എന്നാ ആയിക്കോട്ടെ.